എല്ലാവർക്കും നമസ്കാരം. മറുനാടങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് കൂടി സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് പരിചയമുള്ള വ്യക്തി തന്നെയാണ്. അനീഷ VL ആണ്, ലീഗൽ കം പ്രൊബേഷൻ ഓഫീസറാണ്. നമസ്കാരം മാം, വെൽക്കം ടു മറുനാട്. നമ്മൾ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയി ഈ വിഷയം സംസാരിച്ചിരുന്നു. ആളുകൾ ശ്രദ്ധിച്ചൊരു വീഡിയോ ആയിരുന്നു. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അത് എല്ലാവരുടെയും ചോദ്യമാണ്, പൊതുസമൂഹം. ഈ പെൺകുട്ടി ഇത് അറിഞ്ഞിരുന്നില്ലേ എന്നതായിരുന്നു ചോദ്യം. അത് നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി 18 വയസ്സിനും തൊട്ട് താഴെ നടന്ന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ 15 വയസ്സിന് മുതൽ സംഭവിക്കുന്ന, 13 വയസ്സ് മുതൽ സംഭവിക്കുന്ന പീഡന പരമ്പരകളാണ് കുട്ടി പറയുന്നത്. 5 വർഷത്തെ തുടർച്ചയായി പീഡനം. ഇത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മലപ്പുറം ചങ്ങരംകുളത്ത് ഒരു പെൺകുട്ടി സ്കൂളിൽ നിന്നും വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. ചില സമയത്ത് ആ കുട്ടി പ്രസവിക്കുകയാണ്. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ 17 വയസ്സാണ് പ്രായം. അപ്പം ഇവിടെ എല്ലാം പ്രശ്നം, അന്ന് 21കാരനായ ആ പെൺകുട്ടി തന്നെ സുഹൃത്ത് അറസ്റ്റിലാവുന്നു. ഇവിടെ എല്ലാം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ 18 വയസ്സാവുന്നതിന് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഒരു തിരിച്ചറിവ് ഈ കുട്ടികൾക്കുണ്ട്. അവർ അതിൽ നിന്ന് അവരുടെ അടുത്ത ജനറേഷൻ എല്ലാം അബദ്ധത്തിൽ ഉണ്ടാവുന്നതാണ്, ഒന്നും പ്ലാൻഡ് പ്രഗ്നൻസീസ് ഒന്നുമല്ല. എങ്കിൽ പോലും ഈ ഏജ് 18 ആയതുകൊണ്ട് മാത്രം ഇവ പീഡനങ്ങളാവുകയാണ്, പോക്സോ കേസാവുകയാണ്, ക്രിമിനൽ കേസാവുകയാണ്. സത്യത്തിൽ പ്രായപരിധി താഴേക്ക് കൊണ്ടുവരേണ്ടതേ അല്ലേ എന്നാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇത് പൊതു ജനത്തിൻ്റെ ഒരു വികാരമാണ് അല്ലേ. 18-ൽ താഴെ ആയതുകൊണ്ട് മാത്രം ഒരു പോക്സോ കേസായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഇത് പെൺകുട്ടി പോയതുകൊണ്ടല്ലേ, പെൺകുട്ടിക്ക് അറിവുണ്ടായിരുന്നതല്ലേ, ഇതൊരു പ്രണയബന്ധമല്ലേ എന്നൊക്കെയുള്ള കുറേയധികം പൊതുവായിട്ടുള്ള ചോദ്യങ്ങൾ. നിയമപരമായി ഇത്തരം ചോദ്യങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രസക്തിയും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് പൊതുസമൂഹത്തോട് തന്നെയാണ് പറയേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 18 വയസ്സിൽ താഴെ ഒരു വ്യക്തിക്കും കൺസെൻറ്റ് കൊടുക്കാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട്, ഇപ്പം നമ്മളീ പറഞ്ഞ പ്രണയബന്ധങ്ങളെന്നൊക്കെ പറയുമ്പോൾ അത് പെൺകുട്ടിയും മനസ്സിലാക്കണം, പെൺകുട്ടിയോടൊപ്പം നിൽക്കുന്ന വ്യക്തിയും മനസ്സിലാക്കണം. പ്രണയം എന്നത് ഫിസിക്കലാകുക എന്ന് പറയുന്നതിന് അതാണോ പ്രണയം എന്നുള്ളതല്ലേ. പ്രണയത്തെപ്പറ്റി പല തരത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ ശരിക്കും അത്തരത്തിൽ നിയമപരമായി നിലവിലൊരു നിയമത്തിന് വിരുദ്ധമായി ഒരു സെക്ഷൽ ആക്ടിവിറ്റിയിലേക്ക് പോയി ഒരു പെൺകുട്ടി ഗർഭിണിയാകുന്നു, അല്ലെങ്കിൽ പ്രസവത്തിലേക്ക് പോകുന്നു, ഇത് പീഡനമല്ല എന്ന് പറയുന്നിടത്ത് അത് വെറും ന്യായീകരണം മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിലവിൽ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നിയമം ഒരു കാര്യം അരുത് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്ത ശേഷം വിക്റ്റിമായി നമ്മൾ കണക്കാക്കുന്ന ആളിനെ വിക്റ്റിമല്ല, അവർ കൂടി ചേർന്നിട്ടാണ് ഈ പറയുന്നൊരു സാധ്യതയിലേക്ക് പോയത് എന്ന വാദം നമുക്ക് വെറുതെ നിരത്താം എന്നുള്ളതല്ലാതെ നിയമത്തിൻ്റെ മുന്നിൽ ഇത് സാധൂകരിക്കപ്പെടുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ 18 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയോടൊപ്പം ഒരു ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ നിൽക്കുന്ന 18-ൽ താഴെയുള്ള ആൺകുട്ടി ആയിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്ന് പറയുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തെ വളരെ ഡെപ്തിൽ കാണുന്നൊരു നിയമമായി പോക്സോ നിയമം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം, 18-ൽ താഴെ ഒരു വ്യക്തി കുട്ടിയായിരിക്കുന്നിടത്തോളം കാലം നിലവിൽ ഇത് കുറ്റകൃത്യമായി തന്നെ കണക്കാക്കപ്പെടുകയും ഇതെല്ലാം പീഡനങ്ങളായി തന്നെ അല്ലെങ്കിൽ അബ്യൂസായി തന്നെ കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ 18 വയസ്സിൽ താഴെ കൃത്യമായി കൺസെൻറ്റ് കൊടുക്കാൻ കഴിയാത്ത, കൃത്യമായി ശരിയും തെറ്റും ഒരു വിവേചന ബുദ്ധി ഇല്ലാത്ത ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രവൃത്തിയെ അവരുടെ സമ്മതം, എല്ലാ തരത്തിലുള്ള സമ്മതം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഒരു വ്യാഖ്യാനം കൊണ്ടുവരാം എന്നുള്ളതല്ലാതെ അതൊരു നീതിയുക്തമായ ഒന്നാണെന്ന് തോന്നിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പെൺകുട്ടികൾ ഗർഭിണികളാക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഗർഭിണിയായി ഈ പറയുന്ന ചങ്ങരംകുളത്തെ കുട്ടിക്ക് ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെയും ഒരുപക്ഷെ കുട്ടി അറിയുന്നുണ്ടാവാം പല തരത്തിൽ. ഇതിനിടയിൽ കുട്ടിയുമായി ബന്ധപ്പെട്ട് ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രസവിക്കുകയല്ല ചെയ്യുന്നത് അല്ലേ. അപ്പം അതിനൊരു പ്രോസസ്സ് ഉണ്ട്, ഒരു പീരീഡ് ഉണ്ട്. ആ ഒരു പ്രഗ്നൻസി കുട്ടി ഏകദേശം ഒരു 9 മാസക്കാലമെങ്കിലും കുട്ടി സഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഏർലി സ്റ്റേജിൽ ഒരു ഡിറ്റൻഷൻ നടന്നില്ലെങ്കിൽ പോലും 17 വയസ്സുള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈവൻ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു അബ്നോർമാലിറ്റി, ഇപ്പം പ്രഗ്നൻ്റ് ആണ് എന്ന് തന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ശരീരം സ്വാഭാവികമായിട്ടുള്ള നിലയിലല്ല കണ്ടിന്യൂ ചെയ്യുന്നത് എന്ന് കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാകണം. അവിടെയും നമ്മൾ ഈ പറയുന്ന, ഇപ്പം നമ്മളോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമൂഹം ഒറ്റപ്പെടുത്തുമെന്നോ കുറ്റപ്പെടുത്തുന്നോ എന്നോ ഒക്കെയുള്ള ഭയം കൊണ്ട് തന്നെ ആയിരിക്കാം ഇത് മറച്ചു വെക്കപ്പെട്ടത്. അപ്പോൾ നമ്മുടെ അടുത്ത് നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ കുട്ടികൾ, അച്ഛൻ, അമ്മ, രക്ഷിതാക്കൾ, മറ്റ് ബന്ധുക്കൾ, അധ്യാപകർ, ഇവരിലൂടെയൊക്കെ കടന്നു പോയിട്ടും
ഇത്തരം സാഹചര്യങ്ങളിൽ പിന്നെയും അവർ ചെന്ന് എത്തിപ്പെടുന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയോ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് സമൂഹം അംഗീകരിച്ചേ മതിയാവും. അപ്പോൾ സമൂഹം എന്നുള്ളത് ആര് എന്നുള്ളൊരു ചോദ്യം വരും. എല്ലാവരും ചേരുന്നതല്ലേ സമൂഹം. അപ്പോൾ ആ സമൂഹത്തിനകത്ത് ഓരോ വ്യക്തി, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളിനൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ വാർത്തയായി വരുന്നതിനൊക്കെയും നമുക്ക് കമൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലൊക്കെ പ്രതികരിക്കാനോ നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ഇത് നടക്കുന്നത് നമ്മുടെ കുടുംബത്തിലോ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളിനോ ആകുമ്പോൾ മാത്രമാണ് നമുക്കിതൊരു വലിയ ഇഷ്യൂ ആയി മാറുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 18 എന്ന ആ ഒരു ശരിക്കും ഒരു എന്താ പറയുക മാജിക്കൽ നമ്പർ, ആ നമ്പർ അറ്റൈൻ ചെയ്യാത്ത ഏതൊരു കുട്ടിയും അതിനി കൂടെ ഒരു ഇഷ്ടത്തോടു കൂടി പോയി എന്ന് പറഞ്ഞാലും അവൾ അനുവദിച്ചിട്ടല്ലേ എന്ന് ചോദിച്ചാലും പ്രണയമല്ലേ എന്ന് ചോദിച്ചാലും നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് അത് കുറ്റകൃത്യം തന്നെയാണ്. അതിൽ നിന്ന് പുറത്തു വരാൻ ഈ പറയുന്ന ഒരാൾക്കും സാധ്യമല്ല. അങ്ങനെ ഒരു ഒഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ആ നിയമവ്യവസ്ഥ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അത് നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള കടമ്പകളിലൂടെയും കടന്നു പോകാൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ബാധ്യസ്ഥരാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ധാരാളം ടീൻ മോമുകളുണ്ട്. അതായത് 18 വയസ്സിൻ്റെ മുന്നേ എത്തുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും കുട്ടികളാവുകയും എന്നാൽ ആ കുട്ടികളോട് കൂടെ തന്നെ പഠനം തുടർന്നു പോവുകയും ചെയ്യുന്ന ടീൻ മോമുകൾ ധാരാളമുണ്ട്. ആ തരത്തിലേക്ക് ആ സമൂഹം എന്ത് ചെയ്തിട്ടുണ്ട്? ലൈംഗിക വിദ്യാഭ്യാസം അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തിയാൽ അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി ഒരു സമൂഹത്തിലേക്ക് മെച്ചോർഡായി വന്നു കഴിഞ്ഞാൽ 18 വയസ്സ് നമ്മൾ സത്യത്തിൽ കുറയ്ക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തില്ലേ നമ്മളും ഉണ്ടോ? അതോ നിലവിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, കുട്ടി എന്നത് 18 വയസ്സായി ഫിക്സ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ മാത്രം ഒരു കൺസെപ്റ്റ് അല്ല. അത് യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഫോർ ചൈൽഡ് റൈറ്റ്സ് 1989 കുട്ടി എന്ന പ്രായപരിധി 18 നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മൾ 92 ഇന്ത്യ പോയി അത് ഒപ്പിട്ട് കൊടുത്ത ശേഷം നമ്മൾ പറയുന്നു, UN പറയുന്നത് പോലെ അല്ലെങ്കിൽ കുട്ടികളുടെ അവകാശ ഉടമ്പടിയുമായി ചേർന്ന് നിൽക്കുന്നു നമ്മൾ എന്ന് പറയുന്നിടത്തോളം കാലം അതിലൊരു മാറ്റം വരാത്തിടത്തോളം കാലം കുട്ടിയുടെ പ്രായപരിധി കുറയ്ക്കുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ളത് നമുക്ക് ചോദ്യം മാത്രമാണ്. പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മുടെ ഫ്രോണ്ടൽ ലോബ്, നമ്മുടെ തലച്ചോറിൻ്റെ ഫ്രോണ്ടൽ ലോബിൻ്റെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് 23-നും 25-നും ഇടയിലാണെന്ന് പഠനങ്ങൾ പറയുമ്പോൾ നമ്മൾ കുട്ടിയുടെ പ്രായപരിധിയും അപ്പോൾ വിവേചന ബുദ്ധിയോടുകൂടി ചിന്തിക്കാൻ കഴിയാത്തൊരു വ്യക്തിയെ ആണ് ഇപ്പോൾ പലപ്പോഴും നമ്മൾ കുട്ടി എന്ന രീതിയിൽ കൂടി പരിഗണിക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടിയുടെ പ്രായപരിധി കുറയ്ക്കുന്നതനുസരിച്ച് നമ്മുടെ നാട്ടിൽ കുട്ടികൾ ചൂഷണത്തിന് ഇരയാവാനുള്ള സാധ്യത കൂടുകയല്ലേ എന്നുള്ളത് എനിക്ക് വല്ലാത്തൊരു ആശങ്കയാണ്. കാരണം നമ്മുടെ നാട്ടിൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കുഞ്ഞുങ്ങൾ വളരെ ഫ്രീ ആയി സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കേണ്ടതുണ്ട് എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഇത്രയും സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ളൊരു നിയമം നിലവിലുണ്ടായിട്ട് പോലും ആ നിയമം അത്രയും ശക്തമായൊരു നിയമം ഉണ്ടായിട്ട് പോലും നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്ന പോക്സോ കേസുകളുടെ എണ്ണം വളരെ വളരെ വർദ്ധിക്കുമ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഏജ് കുറച്ചുകൂടി താഴ്ത്തിക്കൊണ്ടുവരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിൽ കുട്ടികൾ എത്രത്തോളം സുരക്ഷിതരാകുന്നു എന്നതൊരു വലിയ ചോദ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികളുമായി ബന്ധപ്പെട്ട് ലൈംഗിക ബന്ധം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് 18-ൽ താഴെ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് എത്രത്തോളം ദോഷകരമായൊരു കുട്ടിയെ ബാധിക്കും എന്ന് പൊതുസമൂഹത്തിന് എനിക്ക് തോന്നുന്നു കൃത്യമായി മനസ്സിലാക്കാനുള്ള ബോധമുണ്ട് അല്ലേ. കുട്ടിയായിരിക്കുന്ന ഒരു വ്യക്തി ഒരു കുട്ടിയെ കൂടി വളർത്തുക എന്ന ഒരു കൺസെപ്റ്റ്, അല്ലാതെ പാരന്റിങ് എന്ന് പറയുന്നത് ഏറ്റവും വളരെ നിസ്സാരവൽക്കരിക്കപ്പെടേണ്ട ഒന്നല്ല ഇന്നത്തെ കാലത്ത്. പാരന്റിങ് വളരെ നമ്മൾ പഠിച്ചു ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു അമ്മയാകാൻ പക്വതയില്ലാത്തൊരു പ്രായത്തിൽ ആ കുട്ടി മറ്റൊരു കുട്ടിയെ കൂടി വളർത്തുന്ന ഒരു കൾച്ചറിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ട് അത്രയും നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്തിട്ടില്ല. ഇനി നമ്മുടെ സൊസൈറ്റി ഒരു കാരണവശാലും എന്തായാലും ഒരു 10-50 വർഷത്തേക്ക് ഈ ഒരു നിലയിൽ തന്നെ തുടരും എന്നുള്ളതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ മേഖലയിൽ നമ്മൾ എത്രയൊക്കെ പുരോഗമനം പറയുമ്പോഴും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നും, കാരണം പ്രോപ്പറായിട്ടൊരു കുട്ടിക്ക് ഒരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് ആരും എത്തിയിട്ടില്ല. അപ്പം നമ്മൾ പറയുമ്പോൾ പെൺകുട്ടികൾ പ്രഗ്നൻ്റ് ആകുന്നു അല്ലെങ്കിൽ പെൺകുട്ടികൾ പ്രസവത്തിന് വേണ്ടിയിട്ട് ആശുപത്രിയിൽ എത്തുമ്പോൾ പ്രസവിക്കുമ്പോഴാണ് ഒരു പക്ഷേ ചിലപ്പോൾ തിരിച്ചറിയുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പാരൻറ്റിങ്ങിൽ എത്രത്തോളം കുറവുണ്ട് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. ഒരു പെൺകുട്ടി പ്രസവിക്കുന്ന 9 മാസത്തിനിടയിൽ ഈ കുട്ടിക്ക് പീരീഡ്സ് മിസ്സായി എന്നുള്ള വിവരം കുട്ടിയുടെ പാരൻ്റ് അറിയുന്നില്ല. കുട്ടിയുടെ പാരൻറ്റിനോട് അത് പറയാനുള്ള ധൈര്യം കുട്ടിക്ക് കിട്ടുന്നില്ല. കുട്ടിയുടെ ശാരീരിക അവസ്ഥയിൽ, ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ എല്ലാ ദിവസവും കുട്ടിയോടൊപ്പമുള്ള രക്ഷിതാക്കൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, കൂടെയുള്ള അധ്യാപകർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ആരെയാണ് പഴിക്കുന്നത് അല്ലേ. അപ്പം നമ്മളുടെ ചുറ്റും നടക്കുന്ന ഒരു പ്രവൃത്തിയിൽ
കുട്ടി ഈവൻ കുട്ടി മറ്റൊരാളോടൊപ്പം ഇത്തരത്തിലൊരു സെക്ഷൽ ഇന്റർകോഴ്സിലേക്ക് ഏർപ്പെട്ടു എന്ന് കുട്ടിക്ക് പറയാനുള്ളൊരു ധൈര്യം പോലും നമ്മുടെ സൊസൈറ്റിയിൽ ആരും കുട്ടിക്ക് കൊടുത്തിട്ടില്ല. അത് കുട്ടിയുടെ തെറ്റ് എന്നല്ല, അല്ലെങ്കിൽ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു പ്രിവിലേജ് ആയിട്ടല്ല പറയുന്നത്. ഇത് നമ്മൾ സ്വയം ഉൾക്കൊള്ളേണ്ട കുറെ കാര്യങ്ങൾ. കുട്ടിക്ക് കൊടുക്കുന്ന പ്രിവിലേജ് ആയിട്ടാണ് നമ്മുടെ കമന്റ് ബോക്സിലെ ആളുകൾ വന്നിട്ട് പറയുന്നത്. അതെ, അവൾക്ക് അറിയില്ലായിരുന്നു, അവൾക്ക് പറഞ്ഞുകൂടെ, പിന്നെ ഇതൊക്കെ ഒരു തവണയല്ലേ പീഡനം എന്ന് പറയുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്ര തവണ പീഡിപ്പിക്കാൻ പറ്റും? ഒരാളിനെ ഒരു തവണയല്ലേ പീഡിപ്പിക്കാൻ പറ്റും, 10 തവണ പീഡിപ്പിക്കാം? ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ, അല്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ പുറമെ കമന്റ് ബോക്സുകളിലൊക്കെ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയുടെ അവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ അവരായി മാറിയാൽ മാത്രമാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് പറയാൻ കഴിഞ്ഞില്ല, ആ ഒരു സ്വാതന്ത്ര്യം അവരുടെ ചുറ്റുമുള്ള ആളുകൾ അല്ലെങ്കിൽ ചുറ്റുമുള്ള സമൂഹം നൽകിയിരുന്നോ എന്നുള്ളൊരു ചോദ്യം. നമ്മുടെ വീട്ടിൽ ഇത് വരാത്തത് കൊണ്ടോ നമ്മുടെ ബന്ധുക്കൾക്കോ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളിനോ ഇത് വരാത്തത് കൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കാനുള്ള ആർജവം നമുക്ക് കിട്ടിയത്. നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളിനാണ്, അല്ലെങ്കിൽ ഒരു കുട്ടിക്കാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായതെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ചോദ്യം ചോദിക്കില്ല. എപ്പോഴും നമ്മൾ ആ കുട്ടിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുക മാത്രമേ ഉള്ളൂ. ഇത് ന്യായീകരണം എന്നുള്ളതിനപ്പുറത്തേക്ക് അവസ്ഥ മനസ്സിലാക്കൽ എന്നുള്ള ഒരു പ്രോസസ്സാണ് നടക്കേണ്ടത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കുട്ടിക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ എന്താണ് ശരിക്കും പ്രണയബന്ധങ്ങൾ എന്ന് പറയുന്നത് ശാരീരിക ബന്ധത്തിനപ്പുറത്തേക്കുള്ളൊരു വലിയ വികാരമാണ്. അപ്പം അത് കുട്ടിയും അല്ലെങ്കിൽ അവൾക്ക് തോന്നുന്ന പ്രണയം തോന്നുന്ന വ്യക്തിയും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എൻ്റെ ശരീരത്തെ പ്രണയിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ഒരു വിവാഹം കഴിക്കാനുള്ള, അല്ലെങ്കിൽ എനിക്കൊരു കൺസെൻറ്റ് കൊടുക്കാനുള്ള മെച്യൂരിറ്റി എത്തുന്നതിന് മുമ്പ് എൻ്റെ ശരീരത്തെ പ്രണയിക്കുന്നത് പ്രണയമല്ലെന്ന് കുട്ടിയും തിരിച്ചറിയണം, ആ വ്യക്തിയും തിരിച്ചറിയണം. ഇപ്പോൾ 21-കാരനോ 22-കാരനോ, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അബ്യൂസ് ചെയ്യപ്പെടുന്ന കുട്ടിയേക്കാൾ ന്യായീകരിക്കപ്പെടുന്നത് കുട്ടിയെ ഉപദ്രവിച്ച ആളുകളാണ്, അല്ലെ? എന്തിന് ഇവൾ പോയി എന്നുള്ളതാണ് ചോദ്യം, അല്ലെ? 18 പൂർത്തിയാകാത്ത ഒരു കുട്ടിയെ അന്വേഷിച്ച് ഇത്തരത്തിലൊരു എന്താ പറയുന്നത്, അത്രയ്ക്ക് ലൈംഗിക ദാരിദ്ര്യം നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെ ഒരു കുട്ടിയെ എന്തിനു ചൂസ് ചെയ്തു എന്നുള്ളത്. ഇപ്പോൾ ഒരു സെക്ഷൽ ഫ്രീഡത്തെ പറ്റിയൊക്കെ നമ്മൾ പറയുമ്പോൾ, ആ സെക്ഷൽ ഫ്രീഡത്തെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളെ പറ്റി കൂടി നമ്മളെല്ലാവരും ബോധവാന്മാരാകണം എന്ന ഒരു കാര്യം കൂടിയില്ലേ? നമ്മുടെ നാട്ടിൽ തെറ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അനുവദിക്കപ്പെട്ടിട്ടില്ലാത്തൊരു കാര്യം നിയമലംഘനമാണ് ചെയ്യുന്നത് എന്ന ബോധ്യത്തോടു കൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ പിന്നീട് അതിന് ഇരയാക്കപ്പെട്ട വ്യക്തിയെ ആക്രമിക്കുകയും ആ ഉപദ്രവിച്ച ആളെ ന്യായീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പറയുന്ന ഒരു പ്രവൃത്തി ചെയ്തൊരു വ്യക്തിയോടൊപ്പം ചേർന്ന് നിന്ന് മറ്റേ ആളെ ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് ശരിയായ ഒരു നടപടിയല്ല. അപ്പോൾ ഒരു പെൺകുട്ടി പോയി എന്നുള്ളത് ഒരാൾക്കും എക്സ്ക്യൂസായി ബിലോ ദി ഏജ് ഓഫ് 18 ഒരു ഡിഫൻസായി എടുക്കാൻ കഴിയില്ല. ഒരു കോടതിയും അത് അംഗീകരിക്കില്ല. കാരണം ആ കുട്ടിക്ക് വിവേചന ബുദ്ധി ഇല്ല എന്ന് തന്നെയാണ്. അതാ 18 താഴെ പെൺകുട്ടി ആയിക്കോട്ടെ, ആൺകുട്ടികളും അബ്യൂസ് ചെയ്യപ്പെടുന്നില്ലേ, അല്ലേ? ഇത് എപ്പോഴും ഒരുപാട് ചർച്ച ചെയ്യുന്നത് പെൺകുട്ടികൾക്ക് ഒരു റിസൾട്ട്, ഒരു പ്രഗ്നൻസി, അതുമായി ബന്ധപ്പെട്ടൊരു വിസിബിൾ ആയിട്ടുള്ള ഒരു ഇഷ്യൂ അതുമായി ബന്ധപ്പെട്ട് ഫോം ചെയ്തു വരുന്നു, അല്ലേ? ഇതേ അവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യുന്ന എത്ര ആൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്, അബ്യൂസ് ചെയ്യപ്പെടുന്ന ആൺകുട്ടികളില്ലേ? അപ്പം അവിടെ നമ്മൾ ആരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിയമപരമായി തെറ്റാണെന്ന് പറയുന്ന ഒരു കാര്യത്തിന്മേൽ പിന്നെ നമ്മൾ അതിനെ പോളിഷ് ചെയ്ത് സംസാരിക്കുക എന്ന് പറയുന്നത് ന്യായീകരിക്കുന്ന ഒന്നല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായ എല്ലാവരോടും ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ പത്തനംതിട്ടയിലെ പെൺകുട്ടിയെ ഞാൻ എടുക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസായതുകൊണ്ടാണ്. ആ കുട്ടി തന്നെ അതിലൂടെ പരിചയപ്പെടുന്ന ആളുകൾ അച്ഛൻ്റെ മൊബൈലിൽ ഫേക്ക് ഇൻസ്റ്റഗ്രാം ID ഉണ്ടാക്കുന്നു. ആ കുട്ടിക്ക് 18 വയസ്സ് കഴിയാതെ അയാൾക്കൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് മിസ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ആ കുട്ടീനെ അതിനുവേണ്ടി നിർബന്ധിക്കുന്ന ആളുകൾ, ഈ പറഞ്ഞതുപോലെ ഭീഷണിപ്പെടുത്തിയ ആളുകൾ ആ മാർഗത്തിലൂടെയാണ് വരുന്നത്. ഇപ്പോൾ പലയിടങ്ങളിൽ നമ്മൾ കാണുന്നത് ചെറിയ കുട്ടികൾ, അണ്ടർ 18 കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയ മിസ്യൂസ് ചെയ്യുന്ന ആളുകൾ. സത്യത്തിൽ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള ആപ്പുകൾക്കൊക്കെ ഒരു ഏജ് റെസ്ട്രിക്ഷൻ തീർച്ചയായും കൊണ്ടുവരേണ്ടതുണ്ടോ? ഇപ്പോൾ പ്രത്യേകിച്ച് ഓസ്ട്രേലിയ പോലുള്ള രാഷ്ട്രങ്ങളിൽ അണ്ടർ 16 കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ യൂസിങ് ബാൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകൾ വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു മിസ്യൂസിങ്ങിന് ബന്ധപ്പെട്ട് നിർത്തുകയാണോ വേണ്ടത്, അതോ നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള അവയർനെസ് ആണ് കൊടുക്കേണ്ടത്? ഇത് നമുക്ക് ഒരു കാര്യവും നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ മാർഗമായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആക്സിഡൻറ്റുകൾ നടക്കുന്നുണ്ട്. നാട്ടിൽ വണ്ടികളൊക്കെ നിരോധിക്കാൻ നമുക്ക് കഴിയുമോ? വണ്ടികൾ വേണ്ടെന്ന് വിചാരിക്കാൻ പറ്റുമോ? അല്ലേ? ഒരുപാട് കുട്ടികളും ആളുകളും ഒക്കെ പുഴയിലും മറ്റുമൊക്കെ വേണ്ടി നമ്മുടെ നാട്ടിൽ പുഴകൾ വേണ്ട എന്ന് വിചാരിക്കാൻ നമുക്ക് പറ്റുമോ?
അപ്പം നമ്മൾ എന്താണെങ്കിലും അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുക എന്ന നിലവാരത്തിലുള്ളൊരു അവയർനെസ്സും അല്ലെങ്കിൽ അതിൽ നിന്ന് അത്തരം വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു മോണിറ്ററിങ്, നമ്മുടെ കുട്ടി ശരിയായ രീതിയിലാണോ ഇത് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം. അതല്ലാണ്ട് എല്ലാം നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് കുട്ടിയെ ഒരു അങ്ങനെ ഒരു കൺഡ്യൂസീവായ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പല ആളുകളും പറയാറുണ്ട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ക്യാമറ വെക്കണം എന്നുള്ളത്. നമ്മളൊക്കെ പഠിച്ച സമയത്ത് എത്ര ക്യാമറയുണ്ടായിരുന്നു അല്ലെ? അങ്ങനെ ക്യാമറ വെച്ച് നിരീക്ഷിക്കാനോ കുട്ടികളെ മറ്റേ ചിപ്പ് ഫിറ്റ് ചെയ്ത് വിട്ടിട്ട് കുട്ടി പോകുന്നതൊക്കെ അങ്ങനെ ഒന്നും നമുക്ക് കഴിയില്ലെന്ന് നമ്മൾ ഏറ്റവും ബേസിക്കായി മനസ്സിലാക്കണം. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എക്യുപ്പ് ചെയ്ത് വിടുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ആയിക്കോട്ടെ നിങ്ങളുടെ ആയിക്കോട്ടെ ഈ സമൂഹത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും നമ്മുടെ മക്കൾ തന്നെയാണ്. നമ്മൾ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതുകൂടി നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം എന്നുള്ളതാണ്. അത് എൻ്റെ കുഞ്ഞായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ മകനോ മകളോ ആയിരുന്നെങ്കിൽ ഞാനിത് പറയാൻ കുറച്ച് ആലോചിച്ച ശേഷം മാത്രമേ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കൺസെൻറ്റ് പോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് മാനസിക വളർച്ച എത്തിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ വളരെ ചെറിയ കാര്യങ്ങളിൽ അവർ ഇളകിപ്പോകുന്നു അല്ലെങ്കിൽ മനസ്സിളകിപ്പോകുന്നു. ഒരു ചെറിയ അപ്രീസിയേഷനിൽ അവർ വല്ലാതെ ആകൃഷ്ടരായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മക്കൾ നന്നായി ഒരുങ്ങി നിൽക്കുമ്പോൾ നമ്മളൊരു പക്ഷേ ആ കുട്ടിയുടെ സൗന്ദര്യം കാണുകയോ അല്ലെങ്കിൽ മോള് സുന്ദരിയായിരിക്കുന്നു എന്ന് പറയുകയോ ചെയ്യാതിരിക്കുമ്പോൾ കുട്ടി നല്ലൊരു ഫോട്ടോ ഇടുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കുട്ടി അംഗീകരിക്കുന്ന വ്യക്തികളോട് കുട്ടിക്ക് ഒരു ആരാധന തോന്നും അല്ലേ? ഇത് ഒരു സൈക്കോളജിയാണ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഇത്തരത്തിൽ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടി ലാക്കാക്കി ഇത്തരം ഫേക്ക് അക്കൗണ്ടുകളുമായി അല്ലെങ്കിൽ ചില ആളുകൾ അവരുടെ ഒറിജിനൽ ഐഡിയയിൽ നിന്ന് തന്നെ അങ്ങനെ തന്നെ പേടിയില്ലാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പോൾ ആ ഐ ഡി യൂസ് ചെയ്തുകൊണ്ട് കുട്ടികളെ ട്രാപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ ട്രാക്ക് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ കുട്ടിയോടൊപ്പം നിൽക്കുകയും ഒരു പോയിന്റ് കഴിയുമ്പോഴേക്കും കുട്ടികളുടെ അബ്യൂസായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൃത്യമായും ഒരു കുട്ടിയുടെ സോഷ്യൽ മീഡിയ അതൊരു പാരൻറ്റിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ കുട്ടിയെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിക്കുമ്പോൾ കൃത്യമായും നമ്മളുടെ മോണിറ്ററിങ്ങിലായിരിക്കുകയും നമ്മുടെ കുട്ടി ആരോടൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മുടെ സാന്നിധ്യത്തിൽ കുട്ടികൾക്ക് അത് ഉപയോഗിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക. ഇപ്പോൾ മൊബൈൽ ഫോണുകളെക്കാൾ ഉപരി ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറിലോ ഒക്കെ കുട്ടി ഓപ്പൺ സ്പേസിലിരുന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ഇപ്പോൾ മൊബൈൽ ഫോണുകളുടെ ഒരു അതിപ്രസരം വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ച് നാൾ മുകൾക്ക് മുമ്പ് നമ്മൾ പേഴ്സണൽ കമ്പ്യൂട്ടറുകളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ ഹാളിൽ കമ്പ്യൂട്ടർ വെക്കണം എന്ന് പറയും, നമ്മുടെ സാന്നിധ്യത്തിൽ കുട്ടികൾ ഇത് ഉപയോഗിക്കണം എന്ന് പറയും. അപ്പോൾ കഴിവതും അത്തരം നിയന്ത്രണങ്ങളാണ് കുട്ടികൾക്ക് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ഈ പറയുന്ന ഒരു 18-ൽ താഴെയുള്ള കുട്ടി +2 വരെ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലവിലെ ഒരു സാധ്യതയ്ക്കനുസരിച്ചിട്ട് അവർക്ക് ഒരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ഫോൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മറിച്ച് നമ്മൾ ഈ എല്ലാ സാധ്യതകളുമുള്ള ആൻഡ്രോയിഡ് ഫോണുകൾ കുട്ടികൾക്ക് കൊടുക്കുകയും നമ്മൾക്ക് ഇതിൻ്റെ മെക്കാനിസം അറിയാതിരിക്കുകയും ചെയ്യുക. അപ്പോൾ പത്തനംതിട്ടയിലൊക്കെ അങ്ങ് സംഭവിച്ചിരിക്കുന്നത് അതാണ്. അച്ഛനും അമ്മയ്ക്കും അറിയാവുന്നതിനേക്കാൾ കൂടുതൽ ടെക്നിക്കലി കുട്ടികൾ എക്യുപ്ഡ് ആണ്. അപ്പോൾ ആ ടെക്നിക്കാലിറ്റി ഒന്നുകിൽ നമ്മൾ പഠിക്കണം, അതല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നമ്മുടെ സാഹചര്യങ്ങളിലൂടെ കുട്ടിയെ കടത്തിവിടണം. പ്രോപ്പറായി കുട്ടിയെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒരു എന്തെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്, നമ്മളവരെ നിയന്ത്രിക്കുന്നതോടൊപ്പം തന്നെ അവരെ ചേർത്ത് പിടിക്കുകയും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മളിവിടെ ഉണ്ടെന്നുള്ളൊരു ഫീൽ അവർക്ക് കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയാലും അവർ നമ്മളോട് പറയാനൊരു വില്ലിങ്നെസ് എടുക്കുള്ളൂ. ഇപ്പോൾ നമ്മളീ പറയുന്ന ഒരു പ്രഗ്നൻസി നമ്മളൊരു കുട്ടി ഒരു പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ഒരു പെൺകുട്ടിയോട് നീ ഒരു അമ്മയാവാൻ തയ്യാറെടുക്കുന്നു എന്ന് പറയാൻ ഇപ്പോഴും നമ്മുടെ ആളുകൾക്ക് മടിയാണ്. എന്താണ് ഈ മെക്കാനിസം അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷനിലൂടെ നമ്മൾ പറയുന്ന സെക്ഷൽ ഓർഗൻസ് എന്താണ്, ഇതിൻ്റെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ ഈ പ്രോപ്പറായിട്ടുള്ളൊരു സെക്സ് എഡ്യൂക്കേഷൻ്റെ ആവശ്യകത എന്താണെന്ന് ഇന്ന് പലർക്കും അറിയില്ല, അല്ലെങ്കിൽ കുട്ടികൾക്കും ഇതറിയില്ല. അപ്പോൾ ഒരു പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത കുട്ടിക്ക് ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് ഉണ്ടായാൽ ദർ ഈസ് എ ചാൻസ് ഫോർ പ്രഗ്നൻസി എന്ന് കുട്ടി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ മനസ്സിലാക്കൽ കുട്ടിക്കുണ്ടാവണം. അത് മനസ്സിലാക്കി കൊടുക്കാൻ കുട്ടിയുടെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ നല്ല ബാധ്യതയുണ്ട്. ഇനി അതോടൊപ്പം കൃത്യമായ മോണിറ്ററിങ്ങും വേണ്ടേ? നമ്മുടെ കുഞ്ഞിന് പീരീഡ്സ് ആകുന്നുണ്ടോ, അവൾ കൃത്യമായ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിടണം. ഇനി ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടിയുടെ അറ്റൈനിങ് പ്യൂബർട്ടി എന്ന് പറയുന്ന കാര്യത്തെ പറ്റി ആരും നമ്മൾ സംസാരിക്കുന്ന പോലും ഇല്ല. അവരുടെ അറിവുകൾ, അവർക്ക് തെറ്റിദ്ധാരണകൾ വരുത്തുന്ന തരത്തിൽ അവരുടെ പിയേഴ്സിൽ നിന്നാണ് അവർക്ക് ഇത്തരം വിവരങ്ങൾ കിട്ടുന്നത്. ഒരിക്കലുമില്ല.
അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് അവന് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടോ അവൻ ആരും പറഞ്ഞു കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് അത്തരം ആളുകളിൽ നിന്ന് അവരത് സ്വീകരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ അവരുടെ പ്രോപ്പർ കരിക്കുലത്തിൻ്റെ ഭാഗമായി ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർക്ക് ബോധ്യമാകുന്ന തരത്തിൽ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിയെയും മാറ്റി നിർത്തി അല്ലെങ്കിൽ ഇതെന്തോ ഭയങ്കര മോശപ്പെട്ടൊരു കാര്യമാണെന്നുള്ള നിലയിൽ ഇന്നും അത് ട്രീറ്റ് ചെയ്യാതെ കുട്ടികളെ കൃത്യമായി അടുപ്പിച്ച് തന്നെ നിർത്തിക്കൊണ്ട് അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പെൺകുട്ടി എന്നതൊരിക്കലും ഒരു ഓപ്പർച്യൂണിറ്റി അല്ല എന്നുള്ളതും പെൺകുട്ടി എന്നത് റെസ്പോൺസിബിലിറ്റി ആണെന്നും കൂടെ നിൽക്കുന്ന ആൺകുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ ഇത് പ്രാവർത്തികമാക്കണം അല്ലേ. നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛൻ അമ്മയോട് പെരുമാറുന്നതും നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും മക്കളോട് പെരുമാറുന്നതുമാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ, കാരണം ഏറ്റവും ബേസിക് ആയിട്ടുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് ഫാമിലി. ആ ഫാമിലിയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പുറത്തിറങ്ങിയിട്ട് പ്രാവർത്തികമാക്കുന്നത്. അപ്പോൾ ഇതിന് പല കാരണങ്ങൾ. ഇപ്പോൾ പലപ്പോഴും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾ വളരെ പെർഫെക്റ്റ് ആണെന്ന് പറയുകയും ചുറ്റുമുള്ള ആളുകൾ പ്രശ്നക്കാരാണ് അല്ലെങ്കിൽ കൂട്ടുകെട്ട് പ്രശ്നമാണ്. അപ്പം നമ്മുടെ കുട്ടി പോയിട്ടല്ലേ എന്നൊരു ഭാഗം ആരും ചിന്തിക്കില്ല. അപ്പം നമ്മൾ ആ പറയുന്ന ഭാഗത്തിനപ്പുറത്തേക്ക് അങ്ങനെ ഈവൻ കുട്ടി പോയാൽ പോലും കുട്ടിയുടെ ഇമ്മച്യൂരിറ്റി ആണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ഇമ്മച്യൂരിറ്റി ഡിഫൻസ് ആക്കി എടുക്കുകയല്ല വേണ്ടത്. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറയാതിരിക്കണം. ഒരു പ്രശ്നം കിടക്കുന്നത് ഈ പോക്സോ കേസുകളിലെല്ലാം തന്നെ ഇത് വല്ലാത്ത രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള ധാരാളം റിപ്പോർട്ടുകളുണ്ട്. ഇപ്പം അയൽക്കാരനൊന്ന് ദേഷ്യം പിടിച്ചാൽ അല്ലെങ്കിൽ അതിർത്തി തർക്കം വന്നാൽ അയാൾ എൻ്റെ മകളുടെ നേരെ ഒന്ന് പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത കേസുകൾ മുതൽ പോക്സോ കേസിന് ദുരുപയോഗം. കാര്യം ഇത് ഒന്നും നോക്കാതെ എടുക്കാൻ പറ്റുന്ന ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ് പോക്സോ കേസ് എന്ന് പറയുന്നത്. മിസ്യൂസിങ്ങും നടക്കുന്നുണ്ടല്ലോ. മിസ്യൂസിങ് നടക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറയേണ്ടി വരും. പക്ഷേ അതിന് കൃത്യമായ ഒരു കണക്ക് നമ്മുടെ അടുത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നും പറയേണ്ടി വരും. ഇപ്പം നമ്മൾ ഈ പറയുന്ന അയൽവക്കത്ത് നിന്നുള്ള കേസ് ഒരുപാട് കേസുകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇതിനകത്തൊക്കെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കെതിരെ ബോധമായി നമ്മൾ ഉത്തമ ബോധ്യത്തോടു കൂടി ഒരു ഫോൾസ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി അല്ലാതെ മറ്റൊരാൾ ഇപ്പോൾ കുട്ടിയുടെ അമ്മ എൻ്റെ കുട്ടിയെ അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു ഒഫൻസ് മറ്റൊരാൾക്കെതിരെ വെറുതെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തെളിയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അങ്ങനെ ഒരു ഒഫൻസ് നടന്നിട്ടില്ലെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അമ്മയ്ക്കെതിരെ കേസെടുക്കാൻ നിയമമുണ്ട്. അത്തരത്തിൽ എത്ര FIRകൾ ഇവിടെ വരുന്നുണ്ടെന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. നമ്മൾ പൊതുവിൽ സ്റ്റേറ്റ്മെൻ്റായി പറയുന്നു ദിസ് ഇസ് എ ഫേക്ക് കേസ്. ഒന്ന് പോക്സോ കേസുകളിൽ തെളിവുകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ തെളിവുണ്ടാവുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. സെക്ഷൽ ഇൻ്റർകോഴ്സുകൾ സെക്ഷൽ ആക്ടിവിറ്റികൾക്കൊക്കെ തെളിവ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതിനിടയിൽ തന്നെ നമ്മൾ ഇത്തരം ഫേക്ക് കേസുകൾ ഒരുപാടുണ്ട് എന്ന് പറയുന്നത് ജെനുവിൻ കേസുകളെ കൂടി ബാധിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സൊസൈറ്റിയിൽ നിയമ സംവിധാനങ്ങൾ ഉൾപ്പെടെ ബാധ്യത എന്ന് പറയുന്നത് ഒരു നിയമത്തിൻ്റെ മിസ്യൂസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെതിരെ കേസെടുക്കാനുള്ള പ്രൊവിഷൻ പോക്സോ നിയമത്തിനകത്ത് വളരെ സ്പെസിഫിക് ആയി പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ എത്ര FIRകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കണക്കെടുക്കേണ്ടതുണ്ട്. ഇനി അല്ലെങ്കിൽ അത്തരത്തിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാൻഡേറ്ററി ആയി അത്തരം ആളുകൾക്കെതിരെ കേസ് എടുക്കാനുള്ളൊരു ആർജവം ഉണ്ടാകണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വ്യക്തിയെ സംബന്ധിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ പുരുഷന്മാർക്ക് സപ്പോർട്ട് വേണം അല്ലെങ്കിൽ പുരുഷൻ കമ്മീഷൻ വേണം എന്നൊക്കെ വാദഗതികൾ ഒരുപാട് പേര് സൊസൈറ്റിയിൽ ഒരുപാട് പുരുഷന്മാർ പലതരത്തിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാജ്യത്ത് നിലവിൽ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കാൻ എന്തുകൊണ്ട് നിയമം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ പ്രിവിലേജ്ഡ് ആയിരുന്ന ഒരു കാറ്റഗറിയായി വർഷങ്ങൾ കൊണ്ട് തന്നെ കാറ്റഗറൈസ് ചെയ്യപ്പെട്ട രണ്ട് വിഭാഗങ്ങളാണ് സ്ത്രീകളും കുട്ടികളും. കാലക്രമേണ നമുക്കറിയാമല്ലോ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് നിയമങ്ങൾ മാറും. പുരുഷന്മാർ അത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ പുരുഷ കമ്മീഷൻ നാളെ വന്നേക്കാം അല്ലേ. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ എന്താണ് നിലവിലെ നിയമം, ആ നിയമം എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമം അത് മിസ്യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ് അല്ലേ. ഒരു നമ്മുടെ മാത്രം പ്രിവിലേജിന് വേണ്ടിയിട്ടൊരു നിയമത്തെ എടുത്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അത് കേസ് കൊടുക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കണം. അത് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ പോലീസും ജുഡീഷ്യൽ സംവിധാനങ്ങൾ ഉൾപ്പെടെ അത് തിരിച്ചറിയണം, ബോധ്യപ്പെടണം എന്നുള്ളതാണ്. അതല്ലാണ്ട് നമുക്ക് ഈ നിലവിലെ സാഹചര്യത്തിൽ ഈ നിയമങ്ങൾ എടുത്ത് മാറ്റാനോ കുട്ടിയുടെ ഏജ് എന്ന് പറയുന്നത് താഴേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒഴിവാക്കി നിർത്തുകയോ ഒന്നും അതല്ല പരിഹാരം. ഇത്തരം നിയമ സംവിധാനങ്ങളെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടാകണം. രാജ്യത്ത് നിയമം കുറ്റകരമാണെന്ന് പറയുന്ന ഒരു പ്രവൃത്തിയിലേക്ക് പോകാതിരിക്കണം. ആ നിയമം പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത
ഏറ്റവും കൂടുതൽ സൊസൈറ്റി ഇത് അക്സെപ്റ്റ് ചെയ്യേണ്ട, നിയമത്തെ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യകത ആളുകളിലേക്ക് എത്തണം. അത് പ്രോപ്പർ അവയർനെസ് ആയിരിക്കണം, ശരിയായ അവയർനെസ് ആയിരിക്കണം. പലപ്പോഴും അവയർനെസ് എന്നുള്ള നിലയിൽ തെറ്റായ വിവരങ്ങൾ ആളുകളിലേക്ക് എത്തുന്നത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലല്ലാതെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുള്ള വകുപ്പുകളൊക്കെ ചേർന്ന് ഇത്തരം വിഷയങ്ങളിൽ പ്രോപ്പറായിട്ടും ആളുകൾക്ക് അവയർനെസ് കൊടുക്കണം. അത് കൃത്യമായി ഗൈഡ് ചെയ്യപ്പെടണം. അങ്ങനെ എങ്കിൽ മാത്രമാണ് നമുക്കിതിന് പ്രോപ്പറായിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് ഞാനും ഇപ്പോൾ മനുജയും അടങ്ങുന്ന സൊസൈറ്റിയുടെ മൊത്തം റെസ്പോൺസിബിലിറ്റിയാണ് ഇത് ഉത്തരവാദിത്തപരമായി ഏറ്റെടുക്കുക എന്നുള്ളത്. ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ക്രിട്ടിസൈസ് ചെയ്യാം, ഉറപ്പായും ഇത്തരം വിഷയങ്ങളെ ക്രിട്ടിസിസം ആവാം. പക്ഷെ ആ ക്രിട്ടിസിസം എന്ന് പറയുന്നത് നിയമത്തെ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ചുറ്റുപാടും ആ വ്യക്തിയുടെ സാഹചര്യങ്ങളെയും കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഒരു എമ്പതറ്റിക്കൽ ആറ്റിറ്റ്യൂഡോട് കൂടി ഒരു ക്രിട്ടിസിസം ആണെങ്കിൽ ഉറപ്പായും അത് ഗുണകരമാകും. മറിച്ച് നമ്മൾ കണ്ണടച്ചിട്ട് ഒരാളെ സപ്പോർട്ട് ചെയ്ത് കണ്ണടച്ച്, അപ്പം നമ്മളൊരാളെയും ആ നിലവാരത്തിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ കുറ്റകൃത്യമാണെന്ന് പറയുന്നൊരു കാര്യത്തിൽ നമുക്കൊരാളെ കുറ്റകൃത്യം ചെയ്ത വ്യക്തിയെ ന്യായീകരിക്കാൻ നിലവിൽ സാധിക്കുകയുമില്ല. അപ്പോൾ അതിനകത്ത് പെൺകുട്ടിക്ക് ഇഷ്ടമുണ്ടായിരുന്നു, അവളോടൊപ്പം അവളുടെ സുഹൃത്തല്ലേ, അവരൊരുമിച്ചൊരു സെക്ഷൽ ഇന്റർകോഴ്സ് അല്ല ഏർപ്പെട്ടതല്ലേ എന്ന് നമുക്ക് ന്യായം പറയാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല. 18-ൽ താഴെ ഒരു ആൺകുട്ടിയോടൊപ്പമോ ഒരു പെൺകുട്ടിയോടൊപ്പമോ ഒരു സെക്ഷൽ ഇന്റർകോഴ്സിനായി പോകുന്ന ഏതൊരു വ്യക്തിയും, അത് ഈ പറയുന്ന കാമുകനെന്നോ ബോയ് ഫ്രണ്ടെന്നോ ഗേൾ ഫ്രണ്ടെന്നോ പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, ഇത് ചൂഷണം ചെയ്യാൻ നിൽക്കുന്ന ഒരു വലിയ വിഭാഗമായിക്കോട്ടെ, എക്സ് ഓർ വൈ, ഇത് എപ്പോഴാണെങ്കിലും പുറത്തു വരും എന്ന ബോധമുണ്ടാകണം. അല്ല, ഏതെങ്കിലും തരത്തിൽ ഇത് പുറത്ത് വരും, ഏതെങ്കിലും തരത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടും. അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു മൊമെന്റിൽ പിന്നെ നമ്മൾ ഈ തരം ഡിഫൻസുകൾ എടുക്കുന്നതിൽ യാതൊരു ന്യായീകരണവും ഇല്ല. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. അതായത് നമുക്ക് ആൺകുട്ടിയോ പെൺകുട്ടിയോ അതിന് ഒരു വിഷയത്തിൽ സമ്മതം കൊടുക്കാനുള്ള ഒരു പ്രായമുണ്ട്. ആ പ്രായം എന്ന് പറയുന്നത് ഇന്ത്യ മാത്രം നിശ്ചയിച്ചൊന്നല്ല, ലോകത്താകമാനം അംഗീകരിച്ചൊരു പ്രായം 18 വയസ്സാണ്. 18 വയസ്സിന് താഴെയുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ അതൊരു വ്യക്തിയെ, അല്ലെങ്കിൽ കുട്ടിയാണ്, കുട്ടികൾ വ്യക്തികൾ തന്നെയാണ്. പക്ഷേ സമ്മതം കൊടുക്കാനുള്ള ബോധമോ വിവേചന അധികാരമോ അവർക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ളത്. ഇത് ചങ്ങരംകുളങ്ങത്തെ 16-കാരിയുടെ ബോയ് ഫ്രണ്ടായി 21-കാരൻ ഇതറിയാത്തൊരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. അയാൾക്കത് അറിയാമായിരുന്നു. അപ്പം ഈ നാട്ടിലൊരു നിയമമുണ്ട്, ആ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് മാത്രമാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ ഈ നാട്ടിൽ ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ, ഇപ്പം ഞാൻ പറഞ്ഞു നിർത്തിയിട്ട് തന്നെയാണ് എനിക്ക് തുടങ്ങേണ്ടത്. അതായത് ഒരു നാട്ടിൽ ഇപ്പം പുരുഷ കമ്മീഷൻ വേണമെങ്കിൽ, അത് ആവശ്യമുണ്ടെങ്കിൽ, സമൂഹം ആവശ്യപ്പെടുന്ന ഒന്നാണെങ്കിൽ തീർച്ചയായും ആരംഭിക്കേണ്ടതുണ്ട്. അത് പുരുഷന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുണ്ടെങ്കിൽ ഓരോ നാട്ടിലെ നിയമങ്ങൾ വരുന്നതും കമ്മീഷനുകൾ രൂപീകരിക്കുന്നതും ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവുന്നതും ആ സമൂഹത്തിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ടാണ്. അതിനുവേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ ചൈൽഡ് നിയമങ്ങളുള്ളത്. അത് ദുരുപയോഗം ചെയ്യുകയല്ല. ഇവിടെ ഒരു സ്ത്രീ ഇരയാക്കപ്പെടുമ്പോൾ മാത്രമാണ് ആ പെണ്ണ് പോയിട്ടല്ലേ എന്ന് സമൂഹം ചോദിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. മറിച്ച് ആ കുട്ടിയെ ദുരുപയോഗം ചെയ്തതാണ്, അതാണായാലും പെണ്ണായാലും എന്ന് മനസ്സിലാക്കാനുള്ള അടിസ്ഥാനപരമായ മാനവിക ധാർമ്മികതയാണ് വേണ്ടത്. ഒരുപാട് നന്ദി മറുനാടോട് ചേർന്ന് സംസാരിക്കുന്നത്. താങ്ക് യു സോ മച്ച്.